ഐഡന്റിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ. അതായത് റീറ്റെയിനർ അഥവാ നിങ്ങൾ നോർമലി ഓർത്തോ അല്ലെങ്കിൽ അലൈനർ ട്രീറ്റ്മെന്റിന് ശേഷം യൂസ് ചെയ്യുന്ന അപ്ലയൻസ്. അത് പല ടൈപ്പ് ഓഫ് അപ്ലയൻസ് ഉണ്ട്. ഹോളീസ് അപ്ലയൻസ് ഉണ്ട്, എസിക്സ് റീറ്റെയിനർ ഉണ്ട്, പിന്നെ അതേപോലെ ഫിക്സ്ഡ് ലിംഗൽ റീറ്റെയിനർ ഉണ്ട്. അപ്പം ഏത് റീറ്റെയിനറാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേണ്ടതെന്ന് നിങ്ങൾ ക്ലിനിക്കിൽ നിങ്ങൾ എവിടുന്നാണോ ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടറിനായിരിക്കും അറിയായിരിക്കും. അപ്പം റീറ്റെയിനറിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. എന്താണ് റീറ്റെയിനർ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലം എടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഈവൻ അലൈനേഴ്സ് ആണെങ്കിലും നോർമൽ ഫിക്സ്ഡ് ഓർത്തോ ആണെങ്കിലും ഇനിയിപ്പോൾ ലിംഗൽ ഓർത്തോ ആണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്. അപ്പം ഈ ട്രീറ്റ്മെന്റിന് ശേഷം പല്ല് പിന്നെയും പഴയ പോലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീറ്റെയിനേഴ്സ് കൊടുക്കുന്നത്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പം നിങ്ങൾ എന്തിനാണ് ചെയ്തത്? ചിലപ്പോൾ നിങ്ങൾക്ക് പല്ല് പൊന്തിയതിന് പല്ല് പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പം 1.5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ കമ്പി ഊരി കഴിയുമ്പോൾ പല്ല് പെട്ടെന്ന് തന്നെ പഴയ പോലെ പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. അതാണ് നമ്മളെ ഈ പല്ലിൻ്റെ ഒരു പ്രശ്നം. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീറ്റെയിനേഴ്സ് അഥവാ പല്ലിനെ പിടിച്ചു നിർത്തുന്ന റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന്, നിങ്ങൾക്ക് പൊതുവെ നിങ്ങളെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ സിംഗിൾ ക്ലിപ്പ് എന്ന് പറയും, സിംഗിൾ കമ്പി അഥവാ ഹോളീസ് റീറ്റെയിനർ, അതായിരിക്കും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിക്സ്ഡ് ലിംഗൽ റീറ്റെയിനർ, അതായത് പല്ല് പുറകോട്ട് പോകാതിരിക്കാൻ നമ്മൾ പല്ലിന്റെ പുറകിൽ തന്നെ ഒട്ടിച്ച് വെക്കുന്ന ഒരു സാധനമാണ് ഫിക്സ്ഡ് ലിംഗൽ റീറ്റെയിനർ. അത് പുറത്തോട്ട് കാണില്ല, അകത്ത് ഒട്ടിക്കുന്ന ഒരു റീറ്റെയിനറാണ്. മെയിനായിട്ട് നമ്മൾ അലൈനർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റീറ്റെയിനേഴ്സ് ആണ് കൊടുക്കാറ്. പിന്നെ ഉള്ളതാണ് എസിക്സ് റീറ്റെയിനർ, അതായത് അലൈനർ ട്രേസ് പോലെ തന്നെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള റീറ്റെയിനറാണ് എസിക്സ് റീറ്റെയിനർ. അപ്പം ഈ 3 ടൈപ്പ് ഓഫ് റീറ്റെയിനേഴ്സ് ആണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർത്തോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ റീറ്റെയിനർ ഏതാണെന്ന് നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ചൂസ് ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓർത്തോ ട്രീറ്റ്മെന്റ് അഥവാ അലൈനേഴ്സ് ആണെങ്കിലും ഫിക്സ്ഡ് ഓർത്തോ ആണെങ്കിലും ഓർത്തോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു പേഷ്യന്റിന് എന്തായാലും റീറ്റെയിനേഴ്സ് യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ല് പിന്നെയും പഴയ പോലെ, അഥവാ പല്ല് ഗ്യാപ്പ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പിന്നെയും ഗ്യാപ്പ് വരാനും, പല്ല് പൊന്തി ഇരിക്കുന്ന കേസ് ആണെങ്കിൽ പിന്നെയും പല്ല് പൊന്താനും എല്ലാം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് നിങ്ങളെ ഡോക്ടർ എത്ര സമയമാണോ പറയുന്നത് അത്രയും സമയം കറക്റ്റായിട്ട് റീറ്റെയിനേഴ്സ് യൂസ് ചെയ്യണം. ഇപ്പം ഇതാണ് റീറ്റെയിനേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.